ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. പുരുഷന്മാരിലും സ്ത്രീകളിലും ഇപ്പോൾ വന്ധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിന്റെ സ്വാഭാവിക കാരണങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ഫെർട്ടിലിറ്റി ബൂസ്റ്ററുകൾ നാച്ചുറലായി നമുക്ക് ചെയ്യാമെന്നുമാണ് ഇന്ന് നോക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇതേപോലെ ഇൻഫെർട്ടിലിറ്റി കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. എന്തൊക്കെയാണ് പ്രത്യുൽപാദന ശേഷി കൂട്ടാനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിദത്തമായ കാര്യങ്ങൾ എന്നാണ് ഇന്ന് നോക്കുന്നത്. എന്താണ് വന്ധ്യത? ഒരു വർഷക്കാലം മുഴുവൻ ദമ്പതികൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സുരക്ഷിതയില്ലാതെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ വന്ധ്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പേഷ്യൻസിന് എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെയാണ് ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവിക കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ആദ്യം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി തന്നെ ഇനി സ്ത്രീകളിലാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് PCOS, അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. സിൻഡ്രോമിൽ പല കാര്യങ്ങളുണ്ട്. അതിൽ ഡിസീസ് ആണ് ഏറ്റവും കൂടുതലായി. നമുക്ക് സിസ്റ്റ് ആവാം, ഫൈബ്രോയിഡ് ആവാം, പല കാരണങ്ങൾ ഉണ്ടാകാം. എന്തായാലും അതിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. ഇനി എൻഡോമെട്രിയോസിസ്, അത് അടുത്ത ഒരു കാരണമാണ്. അതിന്റെ തിക്നെസ് വർദ്ധിക്കുന്ന ഒരവസ്ഥ, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഫെല്ലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി നടത്തിയാണ് ഓവുലേഷന്റെ ഒരു തീരുമാനം, എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ 3 കാര്യങ്ങൾ, ഇതൊക്കെ ഡിസീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഫീമെയിൽസിൽ നോക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അതിന്റെ കൂടെ തന്നെ 35 വയസ്സിലും മുകളിലാണെങ്കിൽ നമ്മളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 35 ആകുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി സാധാരണ കാര്യങ്ങൾ, ഹോർമോണൽ ഇംബാലൻസസും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിലുള്ള പൊണ്ണത്തടി, പുകവലി, മദ്യപാനം, ഇങ്ങനെ നമുക്ക് പിന്നെ ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായത് അതിലെല്ലാം പെടും. നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ ജീവിത ശൈലി രോഗങ്ങൾ, കൊളസ്ട്രോള്, ഷുഗർ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് കണ്ടുവരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ഫീമെയിലിനും. അതേപോലെ തന്നെ മെയിലിന്, ഒരു പുരുഷനാണെങ്കിൽ ഇതേപോലെ തന്നെ സെമൻ കൗണ്ട് നോക്കണം. സെമൻ കൗണ്ടിൽ കുറവുണ്ടെങ്കിൽ, അതേപോലെ സെമൻ മോട്ടിലിറ്റി തകരാറുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, വേരിക്കോസീൽ, അതായത് വേരിക്കോസ് വെയിൻ തന്നെ, പക്ഷേ നമ്മുടെ സ്ക്രോട്ടൽ റീജിയനിൽ ഉണ്ടാകുന്ന വേരിക്കോസ് വെയിൻ, അതിനാണ് വേരിക്കോസീൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വരാവുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ഹോർമോണൽ പ്രശ്നങ്ങളും അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുകവലി, മദ്യപാനം, അതേപോലെ ഉണ്ടാകുന്ന പൊണ്ണത്തടി. പിന്നെ ഈ സാധാരണ ഞാൻ എന്നും ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ പെട്ടതാണ് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ. ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒരു ഇൻഫെർട്ടിലിറ്റിയിലോട്ട് പോകുന്നു. പിന്നെ ടെസ്റ്റിക്കുലാർ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഇല്ലാതെ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഡ്രൈവറാണ്, അപ്പൊ അങ്ങനത്തെയൊക്കെ കേസസിൽ നമുക്ക് ചൂട് കൂടുതലായിട്ട് വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ് കെമിക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ, ഇതിൽ വർക്ക് ചെയ്യുന്ന പല ഫാക്ടറി അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളിലും ഇതേപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അപ്പൊ പ്രധാനമായി നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിലും പുരുഷന്മാരിലും ഇതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസും നമ്മൾ ചേഞ്ചസ് വരുത്തണം. പിന്നെ നമുക്ക് ഈ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫുഡിലെ, അതായത് സമീകൃത ആഹാരം കഴിക്കുക, ആവശ്യത്തിനുള്ള ഒരു എക്സർസൈസുകൾ. കാരണം നമുക്ക് പ്രോട്ടീൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ മസിൽ ബാലൻസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക, പൊണ്ണത്തടി കുറയ്ക്കുക, ബേസിക് മെറ്റബോളിക് എന്താ പറയുക BMI, അതായത് ഇൻഡെക്സ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ നോക്കുന്ന ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക.
അതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ആ ഡയറ്റും കൂടി ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനിയുള്ളത് 1 വർഷം ആകുന്നതിന് മുൻപേ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. അതായത് 1 വർഷം പോലും ശ്രമിക്കാതെ 1 വർഷത്തിന് മുൻപേ തന്നെ കുഞ്ഞുങ്ങളായില്ല എന്ന് പറഞ്ഞ് ആദ്യ പിടിക്കുന്നവരോട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല. 1 വർഷക്കാലം വളരെ സമാധാനത്തോടു കൂടി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ നമുക്ക് അയേൺ, ഫോളേറ്റ്, ഈ പറഞ്ഞ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, അതായത് വൈറ്റമിനുകൾ കറക്റ്റ് അല്ലേ എന്ന് ശ്രദ്ധിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വൈറ്റമിൻ സി ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ, ഫോളേറ്റ്, ഇതെല്ലാം, സിങ്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ലേ എന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ സപ്ലിമെന്റുകൾ എടുക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കാം. ആവശ്യത്തിനുള്ള എക്സർസൈസുകൾ ചെയ്യുക, ഓവറായിട്ട് വേണ്ട. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള പല എക്സർസൈസുകളും ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള എക്സർസൈസുകൾ ചെയ്യാം. അങ്ങനെ പിന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് മാനേജ് ചെയ്യുക, സ്ട്രെസ് സ്ട്രെയിൻ കുറയ്ക്കുക. ഇപ്പോൾ നമുക്ക് ജോലി തിരക്കുണ്ട്, അതേപോലെ ആകുന്നില്ലല്ലോ എന്നുള്ള ടെൻഷൻ, ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെ മുന്നോട്ട് കാണുക. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള പിന്നെ വൈദ്യസഹായം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഡയഗ്നോസിസ് ഇതിൽ ഏറ്റവും വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി വന്നത്, അത് ശ്രദ്ധിക്കണം. ആ ഡയഗ്നോസിസ് കണ്ടുപിടിക്കാനാണ് ഞാൻ അതിൻ്റെ സ്വാഭാവിക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഈ കാരണങ്ങളിൽ എന്തെങ്കിലും നമുക്കുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ ടൈം ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ 12-14th എന്നൊക്കെ വിചാരിച്ചാലും അത് എപ്പോഴാണ് ഫോളിക്കുലർ സ്റ്റഡി തന്നെ നടത്തണം. അപ്പോൾ LH സർജ് എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്താ പറയുക ഇന്റർകോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രം നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് എന്താ പറയുന്ന എല്ലാ കാര്യങ്ങളും ദമ്പതികൾ ഒരുമിച്ച് വന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഈ ഫെർട്ടിലിറ്റി ബൂസ്റ്ററുകളും ഈ മെയിൻറ്റെയിനിങ് കോഴ്സ്, ഇപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുത്തുക. അതിൻ്റെ കൂടെ തന്നെ മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശവും കൊണ്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്